നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേ അല്ലേ? എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇല്ലല്ലേ? ഇനി ചേച്ചി അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ, ഞാനും അറിഞ്ഞില്ല. പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സമരത്തിന് വരണമെന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, കാരണം അസംബ്ലി ഉണ്ടെന്ന്. അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഞാൻ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച ദിവസമാണ് കുറെ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് കേരളയ്ക്ക് ഉള്ള ടിക്കറ്റിന്റെ മുന്നേ ഞാൻ പോകും, അതനുസരിച്ച് എന്നെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ വന്ന ആളാണ് അല്ലേ. പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ ഇത്രയും മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ കാണാം. ഞാൻ പല കുറി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട്, പോകാറായി. പക്ഷെ ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഞാൻ പോകാൻ നേരം സദാശിവ മാഷ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ട്രെയിൻ മിസ്സാവും. മിനി ചേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ്സാവും. രേമ ചേച്ചി പറഞ്ഞൊരു വാക്ക് നീ പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞല്ല, പരിപാടി പോലെ നടക്കട്ടെ. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതെന്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇതെന്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല, അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ വന്നാലേ അല്ല ഞാൻ ഇവിടുന്ന് പോയാലേ സമരത്തിൽ പങ്കെടുക്കത്തുള്ളെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അങ്ങനെ അറിയിച്ചോ? ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ലേ ഇന്ന് ഞാൻ പോയത്. അപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ട് വാക്കൗട്ട് നടത്തിയത് വേണമെങ്കിൽ പറ, എന്നെ വാക്കൗട്ട് നടത്തിയതാണെന്ന് പറ. ഈ സർക്കാരിനെ സഹായിക്കാൻ, ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളുടെ മൂട് വാങ്ങാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരോടും പറയുന്നു, നിങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ഉജ്ജ്വല വിജയം, ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിൽ ഉണ്ടായ ഉജ്ജ്വല വിജയം, ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീശന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ 2025 ത്രിതല പഞ്ചായത്തിലേക്ക് നേടാൻ പോകുന്ന ഉജ്ജ്വല വിജയവും ഈ സർക്കാരിനെ നിങ്ങളുടെ കുത്തിത്തിരിപ്പുകളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും പോവുക. ഇതെന്താണ് സമരം എന്നുള്ള നല്ല ബോധ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട്, എനിക്കുണ്ട്. ഈ സമരത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണെന്നുള്ള ബോധ്യമുണ്ട്. ഈ സമരത്തെ ഒറ്റുകൊടുക്കുവാനുള്ള ഒരു ബ്രേക്കിങ്ങിൽ, ഒരു സ്ക്രോൾ ന്യൂസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും. ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് ആദ്യം എത്തിയ വ്യക്തി രാഹുൽ മാങ്കൂട്ടമായിരുന്നു. സഭ ബഹിഷ്കരിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് തൊട്ടു പിന്നാലെ ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് ആദ്യം കയറി ചെന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ്. രാവിലെ നമ്മളത് കാണിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ ആരവത്തോടു കൂടി അവരെല്ലാവരും സ്വീകരിക്കുന്നത്, അവരെ ആശ്ലേഷിക്കുന്നത്, അവർ കുശലം പറയുന്നത് ഒക്കെ നമ്മൾ കണ്ടു. അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആശാ വർക്കർമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയില് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോ ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടം ഇന്നത്തെ സമരത്തിന് നേരത്തെ എത്തി. രാഹുൽ മാങ്കൂട്ടം നേരത്തെ എത്തിയത് എന്തിനാന്ന് വെച്ചാല് രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടെ ഒന്ന് തല കാണിച്ചുകൊണ്ട് അടുത്ത വണ്ടിക്ക് കേരള എക്സ്പ്രസിന് തിരിച്ച് പാലക്കാടേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു. അപ്പോ ട്രെയിൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തതാണ്. ഇത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടം നേരത്തെ വന്നത്. കാരണം നേരത്തെ തന്നെ പോകേണ്ടതുണ്ട്. അദ്ദേഹം ട്രെയിനിന് പോകാനുള്ള സമയമായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നു, നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ആ സമയത്തിന് കറക്റ്റായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ്, മിസ്സാവാൻ പാടില്ല. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടുന്ന് പോയത്. പക്ഷേ
റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും വാർത്തകൾ വരികയാണ്. എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമ്മേളനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആദ്യം വന്ന വാർത്തകൾ എന്താ? കണ്ടവരൊക്കെ ഒന്ന് അമ്പരന്നില്ലേ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആശാ വർക്കർമാരുടെ സമരത്തെ നയിക്കുന്ന അവരുടെ പ്രതിനിധികളെ വിളിച്ചു പറഞ്ഞു അത്രേ, രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ വരില്ല എന്ന്. പക്ഷേ ഇതേക്കുറിച്ച് ആശാ വർക്കർമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത്? അവര് പറയുന്നു, അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരെയും പ്രതിപക്ഷ നേതാവ് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുമില്ല. അപ്പോ ഈ പറഞ്ഞ വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കിക്കൊണ്ട് രാഹുലിനെ വീണ്ടും വേട്ടയാടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ നടത്തുന്നത്. മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും കൂടും. നമുക്കത് വേണ്ട. മാപ്രകൾ. കാരണം ആ മാപ്രകൾ എന്നുള്ള വിളിക്ക് അതിന്റെ അർത്ഥം എന്താണെന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം. ആ അർത്ഥത്തിന് യോജിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അപ്പൊ ആ ആളുകളെ നമുക്ക് മാപ്രകൾ എന്ന് വിളിക്കാം. ആ മാപ്രകൾ ഇത്തരത്തിൽ രാഹുലിനെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് ഇതിൽ 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, വി.ഡി. സതീശനെതിരെ ഒരു വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ, വിമർശനങ്ങൾ, ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ നടക്കണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കിക്കൊണ്ട് വി.ഡി. സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും ഈ പറയുന്ന മാപ്രകളെ സംബന്ധിച്ചിടത്തോളവും ഇവരുടെ യജമാനന്മാരെ സംബന്ധിച്ചിടത്തോളവും ഇവർ ആർക്ക് വേണ്ടിയാണോ ഈ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഇവർക്ക് പോന്ന എതിരാളികളാണ്. അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, ഇവർ കണക്ക് കൂട്ടുന്നതിനേക്കാൾ മികച്ചു നിൽക്കുന്ന എതിരാളികളാണ്. അപ്പോ അങ്ങനെ വരുമ്പോ രാഹുൽ മാങ്കൂട്ടവും വി.ഡി. സതീശനും ഇവർക്ക് ഭീഷണി തന്നെയാണ്. അപ്പൊ അവിടെ എന്താണ് നടത്താൻ പറ്റുക? അവിടെ നടത്താൻ പറ്റേണ്ടത് ആദ്യം ഇവരെ 2 പേരെയും തമ്മിൽ തെല്ലിക്കണം. ആ തമ്മിൽ തെല്ലിക്കുവാനുള്ള ഏർപ്പാടുകളാണ് ഇങ്ങനെ നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ആശാ വർക്കർമാരും ഇതിന്റെ സംഘാടകരും പറയുന്നു, ഞങ്ങളെ അങ്ങനെ ഒരു സംഭവം അറിയില്ല, ഞങ്ങളെ വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് അത്തരത്തിലൊരു വാക്ക് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഈ മാപ്രകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവര് വീണ്ടും പറയുന്നു, അല്ല, നിങ്ങൾ പറയുന്നതല്ല ശരി, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നുള്ള രീതിയിലാണ് മാധ്യമപ്രവർത്തകരുടെ ഈ മാപ്രകളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. കണ്ട ആളെക്കാളും വലിയ ആധികാരികമായിട്ട് കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്ന പോലെ, നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് മാപ്രകൾ നിൽക്കുന്നത്. ഈ സമരം മുന്നിൽ നിന്ന് നയിക്കുകയും ഒരു വർഷത്തോളമായി ഏകദേശം 265 ദിവസമായിട്ട് ഈ നിയമസഭയുടെ മുന്നിൽ രാപ്പകലില്ലാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാർ പറയുന്നു, പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ അങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടേ ഇല്ല എന്ന്. വീണ്ടും മാധ്യമപ്രവർത്തകർ എന്താ പറയുന്നത്? അവര് പറയുന്നു, ഈ മാപ്രകൾ വീണ്ടും പറയുന്നു, അല്ല, പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ, നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ്. എന്നാ പിന്നെ ഇവരെന്ത് ചെയ്യണം? ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്താ ചെയ്യേണ്ടത്? ആശാ വർക്കർമാർ ഈ കാര്യം നിഷേധിക്കുമ്പോൾ, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ആശാ വർക്കർമാർ പറയുമ്പോൾ, ഇവർ ഈ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ അത് ജനം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ ആശാ പ്രവർത്തകർ പറയുന്ന കാര്യമെങ്കിലും മറച്ചു വെക്കുകയെങ്കിലും വേണ്ടേ? ഇത് അതും പുറത്തുവിടും, അതോടൊപ്പം പറയും, ഇല്ല, ആശാ വർക്കർമാരോട് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാല് വി.ഡി. സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇങ്ങനെ തമ്മിൽ തല്ലിച്ചുകൊണ്ടുള്ള വാർത്തകൾ പടച്ചുവിടണം. അതെന്തിനാന്ന് കുറിച്ചാല്, ഈ ചില ആളുകളുണ്ട് നമ്മളെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ, ചില ആളുകളുണ്ട് സൈബർ ഇടങ്ങളിൽ, അവര് ചില കാര്യങ്ങള് മനസ്സിലാക്കുവാനോ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനോ വഴങ്ങാതെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കും. മനസ്സിലായില്ലേ? ഇപ്പോ വി.ഡി. സതീശനെതിരെ തെറിവിളികൾ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും. എന്താ കാര്യം? എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ആണെന്ന് പറയും. ഇതിന്റെ പുറകിലാരാ? ഇതിന്റെ പുറകില് ഈ നാട്ടിലെ സഖാക്കളാണ്, സൈബർ സഖാക്കളാണ്.
ഈ പറയുന്ന രാഹുലിനെയും സതീശിനെയും വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിക്കൊണ്ട് അയാളുടെ പേരുകളിലുള്ള വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് വി ഡി സതീശനെതിരെ സൈബർ ആക്രമണം നടത്തുക എന്നുള്ളത് ഇവരുടെ ഒരു പദ്ധതിയാ. ആ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാ? ഇത്തരത്തിൽ ഒരു തമ്മിൽ തല്ല് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതിന് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും കൂട്ടുനിൽക്കുകയാണ്, വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കുകയാണ്. എന്നാ പിന്നെ ഇവര് പറയാണ്, അല്ല ആശാ വർക്കർമാരെ അല്ല വിളിച്ചത്, ഞങ്ങളെ വിളിച്ചിട്ട് വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരാൻ വൈകുന്നത് രാഹുൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാൻ വൈകുന്നത് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ പറയാ, ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ ആശാ വർക്കർമാരെ വിളിച്ചു പറഞ്ഞു എന്ന് അവര് പറയുന്നു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ പിന്നെ ഇത് എവിടുന്നാ നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത്? ആരാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെ ഇത് ഊഹിച്ചെടുത്തു? നിങ്ങൾ എങ്ങനെ ഇത് സാങ്കല്പികമായി ഉണ്ടാക്കി? മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നെറികെട്ട ഒരു ഏർപ്പാട്, നെറികെട്ട ഏർപ്പാട്, മനസ്സിലായില്ലേ? നമ്മുടെ കേരളത്തില് കുറച്ച് കാലങ്ങളായിട്ട് ഈ കൂട്ടിക്കൊടുക്കുന്ന ഒരു ഏർപ്പാട്, അത് നക്കിയിട്ട് വയറിങ്ങനെ വീർപ്പിച്ച് നടക്കുക, കുറെ എണ്ണം. എന്നിട്ട് പേരെന്താ? മാധ്യമ പ്രവർത്തനം. ആരാണെന്ന് ചോദിച്ചാൽ മാധ്യമ പ്രവർത്തകരാണെന്നുള്ള മറുപടി. ഇതിനെ മാധ്യമ പ്രവർത്തനം എന്നാണ് പറയുന്നത്? ഇതിനെ മാധ്യമ പ്രവർത്തകരെന്നാണ് ഇവരെ വിളിക്കേണ്ടത്? ഇവരെ കൂട്ടിക്കൊടുപ്പുകാർ എന്നല്ല വിളിക്കേണ്ടത്? ഒരു നാണവും ഒരു മാനവും ഒരു നെറികേടും ഇല്ലാത്ത ഒരു കൂട്ടം ചെന്നായകള് അല്ലേ? ഒരു കൂട്ടം ചെന്നായകള്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. കാരണം ഇവരുടെ സ്ഥാപനങ്ങൾ പലതും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് കേരളത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ചുകൊണ്ടാ. ആ കൊള്ളയടിച്ചത് കെട്ടിപ്പൊക്കിയ മാധ്യമ പ്രവർത്തനം ഈ പറയുന്ന പിണറായി വിജയന്റെ PR ഏജൻസികളായി പ്രവർത്തിക്കുകയാ. എന്താ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ മുതലാളിക്കൊരു ഉപകാരമുണ്ട്, ഈ പറയുന്ന കേസ് അത് നീക്കുപോക്കാവൂല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ ന്യായീകരിക്കേണ്ടതും പിണറായി വിജയനെ പ്രതിരോധിക്കേണ്ട ബാധ്യതയും ഈ പറയുന്ന PR ഏജൻസിക്കാരെ ഏറ്റെടുക്കുകയും ചെയ്യും. അവര് മാക്സിമം പ്രതിപക്ഷത്തിരിക്കുന്നവരെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ അംഗങ്ങളെയും ഒക്കെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന രീതിയിൽ, തമ്മിൽ തല്ലുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കും. എന്ത് നെറികെട്ട ഏർപ്പാടായി ഇവർ ചെയ്യുന്നത്? ഇത് കണ്ടപ്പോ രാഹുൽ എന്താ ചെയ്തേ? രാഹുലിന് മനസ്സിലായി പാലക്കാട്ടേക്ക് പോവുകയല്ല വേണ്ടത്, തിരിച്ച് അതേ വേദിയിൽ വന്നുകൊണ്ട് ഇതിന് മറുപടി കൊടുക്കണമെന്ന്. അതാണ് രാഹുൽ പറഞ്ഞത്.